വീട്ടിലെ കുട്ടികളുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേൾക്കേണ്ട ഒരു വീഡിയോയാണ് ഞാൻ ഇനി താഴെ കാണിക്കാൻ പോകുന്നത്. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികളോടൊപ്പം തന്നെ സമയം ചെലവഴിക്കാൻ കഴിയാത്ത ഒരുപാട് പേരൻസ് ഉണ്ട്. അതുപോലെ തന്നെ കുട്ടികളാണെന്നുണ്ടെങ്കിലും ഫുൾ ടൈം ഫോണിലും മറ്റുമായിട്ടാണ് അവരുടെ സമയം കളയുന്നത്. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചെയ്യുന്ന വീഡിയോകൾ, ടെലഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകളിൽ ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്. ഈ ടെലഗ്രാം ഗ്രൂപ്പുകളിലെ അശ്ലീല ഗ്രൂപ്പുകളിൽ പോയിട്ട് ഫോട്ടോസും മറ്റും ഷെയർ ചെയ്യുകയും ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കും ആ ഗ്രൂപ്പ് മെമ്പേഴ്സ് ആയിട്ടുള്ള പല ആളുകളും 14, 15, 16 വയസ്സുള്ള കുട്ടികളാണ്. അത് ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. എന്തുകൊണ്ടായിരിക്കാം അവരിങ്ങനെയൊക്കെ ആകാനുള്ള സാഹചര്യം? അതിന് ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ഫാമിലി ടൈം. അതായത് അച്ഛനും അമ്മയും മക്കളും എല്ലാവരും കൂടി ഇരുന്നു കൊണ്ട് അവരുടെ കാര്യങ്ങൾ സംസാരിക്കാനും അവരുടേതായിട്ടുള്ള സമയം ചെലവഴിക്കാനുമായിട്ട് ആർക്കും ഇവിടെ സമയമില്ല. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് രശ്മി എന്ന് പറയുന്ന ഒരാൾ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇച്ചിരി ലെങ്ത് ഉള്ള ഒരു വീഡിയോ ആണ്. ഞാൻ രശ്മിയുടെ ഐഡി ഇതിനകത്ത് മെൻഷൻ ചെയ്യാം, ഇതിനകത്ത് കൊളാബ് ചെയ്യാം. നിങ്ങൾ രശ്മിയുടെ പ്രൊഫൈലിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം തന്നെ പിൻ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ. ഏകദേശം 10 മിനിറ്റോളം ഒരു വീഡിയോ ആണ്. നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കേൾക്കണം. രശ്മി ഇതുപോലെ പല സ്കൂളുകളിലെയും കുട്ടികൾക്ക് അവയർനെസ് ക്ലാസും മറ്റും കൊടുക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരു സ്കൂളിൽ പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണ്. അതിന്റെ ഒരു തുടക്ക ഭാഗം മാത്രം ഞാൻ വെച്ച് തരാം. നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ രശ്മിയുടെ പേജിൽ തന്നെ ചെന്നിട്ട് അതൊന്ന് കേട്ടു നോക്കുക. അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതൊരു സമയം പോക്കായിട്ട് ആരും കാണരുത്. അല്ലെങ്കിൽ ഫാമിലി ടൈമിന് എന്താണ് ഇത്ര ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ്. ഈ വീഡിയോ എടുക്കാനുള്ള കാരണം ഇതാണ് കേട്ടോ. അതായത് ജനുവരി 2-ാം തീയതി കൊല്ലം കണ്ണനല്ലൂർ MKLMHS സ്കൂളിൽ വെച്ചിട്ട് അഡോളസന്റ് സ്റ്റേജിലുള്ള കുട്ടികൾക്കായിട്ട് ഞാൻ അവയർനെസ് ക്ലാസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു സെഷൻ തന്നെ ഫാമിലി ടൈമിനെ കുറിച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഞാൻ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇതേപോലെ ഒരു കാർഡ് കൊടുത്തിട്ട് പറഞ്ഞു, മക്കളെ നിങ്ങൾക്ക് ഈ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആന്റി പറഞ്ഞതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് തോന്നിയിട്ടുള്ള ഒരു കാര്യം എഴുതി തരാനായിട്ട്. എല്ലാ കുട്ടികളും പറഞ്ഞൊരു കാര്യം അവർക്ക് ഫാമിലി ടൈം എന്ന് പറഞ്ഞിട്ടുള്ള സെഷനാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്നുള്ളതാണ് കേട്ടോ. മിക്കവാറും പേര് പറഞ്ഞിട്ടുണ്ട് ഫാമിലി ടൈം കിട്ടാറില്ല, ഫാമിലി ടൈം ഇല്ല, എല്ലാവരും പല ടൈമിലാണ് വീട്ടിലെത്തുന്നത്, അതുകൊണ്ട് ഫാമിലി ടൈം കിട്ടാറില്ല എന്നൊക്കെ. അങ്ങനെ കുറെ പേര് ഫാമിലി ടൈം ഇല്ലാത്തതിൽ ഭയങ്കര വിഷമം, മേക്ക് ഫാമിലി ടൈം ഇമ്പോർട്ടന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു രീതിയിൽ അവർ എഴുതി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫാമിലി ടൈമിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് ഇവിടെ നിന്ന് ചർച്ച ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ കൊടുക്കുക കേട്ടോ. എന്താണ് ഫാമിലി ടൈമിന് ഇത്ര ഇമ്പോർട്ടൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പണ്ട് കാലങ്ങളിൽ നമ്മുടെ വീട്ടിലുള്ള മെമ്പേഴ്സ് എല്ലാവരും കൂടി ഒരുമിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ ഫുഡ് കഴിക്കുക, അതിനൊക്കെ കുറച്ച് സമയം കണ്ടെത്താറുണ്ടായിരുന്നു അല്ലേ. അന്നത്തെ കാലങ്ങളിൽ നമ്മുടെ ഫാമിലിയിലെ മെമ്പേഴ്സ് തമ്മിൽ എത്രത്തോളം ഡെപ്ത് ഉണ്ടായിരുന്നു, നമ്മുടെ റിലേഷൻഷിപ്പ് ഭയങ്കര ബോണ്ടുള്ളതായിരുന്നു അല്ലേ, അല്ലെങ്കിൽ അതിന് ഭയങ്കര വാല്യൂ ആയിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നും കാണാറില്ല. ആൾക്കാർ പലരും വഴിക്കായിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ വന്നാൽ തന്നെ ഫോണും കൊണ്ട് പല മൂലയിലായിരിക്കും, അല്ലെങ്കിൽ എൻഗേജ്ഡ് ആയിരിക്കും. ആരും അതിന് വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്താറില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ ഈ ലോകത്തിന്റെ ഏത് കോണിൽ ഇരുന്നാലും പരസ്പരം കണ്ട് സംസാരിക്കാൻ പറ്റുന്ന അത്രയും ഫെസിലിറ്റീസ് ഉണ്ട്, അഡ്വാൻസ്ഡ് ഫെസിലിറ്റീസ് ഉണ്ട്. എന്നിട്ട് കൂടി നമ്മൾ അതിന് സമയം കണ്ടെത്തുന്നില്ല. പക്ഷേ ഒരു കുഞ്ഞിന്റെ ജീവിതത്തിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് കഴിഞ്ഞ ആഴ്ച വരെ എപ്സ്റ്റൈൻ ഫയൽസിനെ കുറിച്ചിട്ടുള്ള ന്യൂസുകളായിരുന്നു കത്തുന്നത് അല്ലേ. അപ്പൊ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് ചുറ്റും എപ്സ്റ്റൈനെ പോലുള്ള ആൾക്കാരുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ ചൂഷണത്തിന് ഇരയാകുന്നുണ്ടോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് ഒരിക്കലും അറിയാൻ കഴിയില്ല അത്തരക്കാർ നമുക്ക് ചുറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ. നമ്മുടെ കുട്ടികൾക്ക് മാത്രമേ അത് അവരെ തിരിച്ചറിയാൻ കഴിയുള്ളൂ. കാരണം അവരാണ് ഏറ്റവും കൂടുതൽ ചൂഷണത്തിന് ഇരയാകുന്നത്. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റിവെക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവരോട് സംസാരിക്കാം.